LDF കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഇപ്പോൾ ഒരു യോഗം ഇവിടെ ചേരുകയുണ്ടായി. എങ്ങനെയാണ് പൊതുവെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ സാഹചര്യം വിലയിരുത്തുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ച്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. മുന്നണിയുടെ അസംബ്ലി മണ്ഡലം കമ്മിറ്റി യോഗമാണ് ഇവിടെ ഇപ്പോൾ ചേർന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതികളാണ് യോഗം ആവിഷ്കരിച്ചിരിക്കുന്നത്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും നല്ല യോജിപ്പോടുകൂടി അസംബ്ലി മണ്ഡലം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2016 2021 ഉള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിനേക്കാൾ ഉയർന്ന വോട്ടിന് ജയിക്കാൻ കഴിയാവുന്ന അന്തരീക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രതീക്ഷ നൽകുന്നത് ജനങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ്. ജനങ്ങൾ നല്ല നിലയിലാണ് മുന്നണി ഭരണത്തോട് പ്രതികരിക്കുന്നത്. വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാവുകയാണ്. തൊഴിൽ സംരംഭങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വ്യവസായ രംഗത്ത് നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. വൻകിട വികസന പദ്ധതികളെല്ലാം ഇവിടെ പ്രാവർത്തികമാവുകയാണ്. ജനക്ഷേമ നടപടികളും നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ചില കുടിശ്ശികൾ, സാധാരണക്കാരനെ ബാധിക്കുന്ന കുടിശ്ശികൾ തീർത്തു നൽകുന്നതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ 300 പ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടിശ്ശിക വന്ന മേഖലകളിലെല്ലാം പ്രഥമ പരിഗണന നൽകി കുടിശ്ശികകൾ തീർക്കുന്ന നിലപാടിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് സാധാരണ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ പെൻഷൻ കിട്ടുന്നത്. അത് ഒരു 5 മാസത്തത് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പം 3 മാസത്തെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തെ ഉടനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുടിശ്ശികയെല്ലാം തീർത്ത് വരികയാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങളെല്ലാം അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഈ ഗവൺമെൻറ്റിനെയാണ്. കേന്ദ്ര ഗവൺമെൻറ് പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ വിൽക്കുകയാണ്. കേരള ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. ഇപ്പം വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഏറ്റെടുത്തത് കോടതിയിൽ കേസ് നടത്തിയിട്ടാണ്. കേസ് ജയിച്ചിട്ടാണ് അത് വിൽക്കാനാണ് അവർ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ കേരള ഗവൺമെൻറ്റിൻ്റെ സമീപനം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം വെച്ച് മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇടത് സ്വതന്ത്ര MLA വിജയിച്ച അൻവറിൻ്റെ രാജിയെ തുടർന്നാണല്ലോ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അൻവർ ഉയർത്തുന്ന വാദങ്ങൾ തന്നെയാണ് നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. അൻവറിൻ്റെ വാദഗതികൾക്കും പ്രസക്തിയില്ല, അൻവറിനും പ്രസക്തിയില്ല. അൻവർ ചില തെറ്റായ നിലപാടെടുത്തു. രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിൽ അദ്ദേഹം കളിച്ചു. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലും തടസ്സമാകില്ല എന്ന് മാത്രമല്ല, പൂർവാധികം കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സാഹചര്യത്തെ നേരിട്ട് മുന്നോട്ട് പോകും. ഈ സമീപ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ CPM പരീക്ഷിച്ചിട്ടുള്ളത്. ഇത്തവണയും അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇത് നേരത്തെ മുന്നണി തീരുമാനമനുസരിച്ച് CPMന് അലോട്ട് ചെയ്ത സീറ്റാണ്. അതിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവും അതിൻ്റെ സന്ദർഭത്തിൽ നടത്തി നല്ല അന്തരീക്ഷം ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതൊരു CPMനെ സംബന്ധിച്ച് സഖാബ് കുഞ്ഞാലിയുടെ ചരിത്രമൊക്കെ തന്നെ ഉറങ്ങുന്നൊരു മണ്ണ് കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഭിമാന പോരാട്ടം കൂടിയായി മാറുന്നുണ്ടല്ലോ. അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് ജയിക്കുന്നതിന് സഹായകരമായ നടപടികളാണ് ഞങ്ങൾ മുന്നണി എന്നുള്ളതിലേക്ക് സ്വീകരിച്ചു വരുന്നത്. അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും. കുഞ്ഞാലിയുടെ എല്ലാ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. നിലമ്പൂർ ബൈപ്പാസ് പോലെയുള്ള വികസന വിഷയങ്ങൾ അവസാനിച്ചിട്ടുള്ള ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തീരും. ബൈപ്പാസ് ഇവിടെ എത്തി നിൽക്കല്ലേ. അപ്പോൾ ആ ബൈപ്പാസിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി, ബൈപ്പാസ് മാത്രമല്ല മണ്ഡലത്തിൻ്റെ വികസനം ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് പൊതുവേ കേരളത്തെ ഒന്നിച്ച് കാണുകയാണ്. കേരളത്തെ ഒന്നിച്ച് കണ്ട് മണ്ഡലത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി പ്രധാന പരിഗണന നൽകുകയാണ്. ആ പരിഗണന നിലമ്പൂർ നിയോജകമണ്ഡലത്തിലും കിട്ടും. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് പരിഗണിച്ച് തന്നെ മുമ്പോട്ട് പോകും. വളരെ നന്ദി. എന്തായാലും എല്ലാവിധ തയ്യാറെടുപ്പുകളുമോട് കൂടെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് LDF കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ ടി പി രാമകൃഷ്ണൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.